ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ നട്ടി ബബിൾ കേക്കാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് നട്ടി ബബിൾ കേക്ക് ചെയ്യുന്നത് ഗീ കേക്കിലാണ്. അതേപോലെ ചോക്ലേറ്റ് സ്പോഞ്ച് അല്ലെങ്കിൽ വാനില സ്പോഞ്ച് ഇവ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് 2 സ്പോഞ്ച് കേക്ക് ഉപയോഗിച്ചിട്ടാണ്. ചോക്ലേറ്റ് സ്പോഞ്ചും വാനില സ്പോഞ്ചും മിക്സ് ആക്കിയിട്ട് വെഞ്ചോ കേക്കൊക്കെ ചെയ്യുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 2 മുട്ടയുടെ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഈ യോക്കിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 1/4 കപ്പ് പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഈ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അല്പം ഒന്ന് ബീറ്റായ ശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി പഞ്ചസാരയും കൂടി ചേർത്ത് ഈ എഗ് വൈറ്റ് പീക്ക് ഫോം ചെയ്യുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അല്പം എടുത്തിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് മുഴുവനായി മിക്സായ ശേഷം ഈ ഒരു ബാറ്റർ എഗ് വൈറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തത്തിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈം തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്ന് ബട്ടർ പേപ്പർ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് ഒന്ന് ലെവലാക്കിയ ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അല്പം ഒന്ന് ചൂട് മാറിയ ശേഷം ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ചൂടാറാൻ വേണ്ടി വെക്കണം. ഇനി ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. 2 മുട്ട ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തത് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബാക്കിയൊക്കെ സെയിം ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറിയ ശേഷം ലെയറായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്നത് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മുകളിൽ ഇങ്ങനെ കൈ പ്രസ് ചെയ്ത് വെച്ചിട്ട് സൈഡിൽ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇത് തിരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ഗനാഷും ഡാർക്ക് ഗനാഷും. അതേപോലെ കേക്കിവിടെ 4 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബദാമും കാഷ്യൂസും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം എടുത്തിട്ട് കേക്കിന് ബോർഡിലേക്ക് ആക്കി കൊടുക്കുക. ഇനി അതിന് മുകളിൽ ഫസ്റ്റായിട്ട് ഞാൻ ചോക്ലേറ്റ് ലെയറാണ് വെക്കുന്നത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഏത് കേക്കും വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം.
അതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ 2 ടേബിൾ സ്പൂൺ ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് എല്ലാ ഭാഗത്തേക്കും ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഇട്ട് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. ഇതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതും ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് 2 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി വെച്ച് ഒന്ന് എല്ലാ വശത്തേക്കും ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലും ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ ഓരോ ലെയറും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക. ലാസ്റ്റ് ലെയർ കേക്കും വെച്ച് കൊടുത്ത് ഇതും വെറ്റ് ചെയ്ത ശേഷം ക്രീം എല്ലാ വശത്തേക്കും ആക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ താഴെ ബോർഡർ പോലെയാണ് ഞാൻ ഇവിടെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനി മുകളിൽ ഗനാഷ് ഉപയോഗിച്ചിട്ട് ബബിൾസ് ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ബട്ടർ പേപ്പർ കോൺ ഷേപ്പിലാക്കിയിട്ട് ഈ അറ്റത്ത് ഈ സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഗനാഷ് ഒഴിച്ച് ഫില്ല് ചെയ്യുക. മുകൾ ഭാഗം ഇങ്ങനെ ചുരുട്ടിയെടുത്ത് താഴെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗനാഷ് അല്പം ലൂസാണെങ്കിൽ ഇതേപോലെ നിൽക്കില്ല, അത് ഒലിച്ചു പോവും. അതേപോലെ കുറച്ച് ഡാർക്ക് ഗനാഷ് കൊണ്ട് ഡോട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി മുകളിലായിട്ട് ഒരു അരിപ്പയിൽ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ എല്ലാ വശത്തേക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. മുകളിൽ ഇതേപോലെയുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷൻസിന് മാത്രമായിട്ട് 4 വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഇത് 2-3 മണിക്കൂറെങ്കിലും തണുപ്പിച്ച ശേഷം മാത്രം കഴിക്കുക, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.